കുറച്ചു ദിവസം ഇവിടെ കാണും. സായി പോപ്പിക്കും കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊണ്ടുവരണ്ടായിരുന്നില്ലേ? ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ഞാനും വാസുണ്ണനും കാർലോയും കൂടി ചെയ്യാൻ പോയത്. നിങ്ങളെ വാസുണ്ണ അപ്പൊ നീ വണ്ടി എടുത്ത് തിരിച്ചങ്ങോട്ട് ക്യാമ്പസിലോട്ട് കൊണ്ടുവരണേ. ഒരു ഗിഫ്റ്റ് തരട്ടെ. ഓ അപ്പാ അല്ലെങ്കിൽ വാസുമോൻ ഗ്യാങ്സിലോട്ട് പോ. അപ്പാപ്പൻ വാസുമോന്റെ ഗിഫ്റ്റ് ആയിട്ട് ഗ്യാങ്സിലോട്ട് വരാം. ഓക്കെ ഓക്കെ സെറ്റ്. അപ്പാ ഓ പോയിട്ട് ഫുഡ് ഇട്ടിട്ട് വരുമോ? കുട്ടി പക്ഷേ കോഹ്ലിയുടെ മാത്രം ഇടാൻ പാടുള്ളൂ. തൽക്കാലം അപ്പാ ഇട് ഫുഡ്. ഫുഡ് ഇട്ടിട്ട് വാ. റിയലി? ആ ഇട്ടിട്ട് വാ. ഓക്കെ ഇട്ടിട്ട് വരാം. ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ വാടാ, ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ വാടാ. വണ്ടിയെല്ലാം എടുത്തിട്ടോ? കത്തിയല്ലോ ഇവിടെ. ഇതാടാ യൂസർ 15 ആരാ? ഇതെന്താ സൗണ്ട് കുറഞ്ഞോ? അത് എന്റെ ചെവി അടഞ്ഞതാണോ? എന്റെ ചെവി അടിച്ചു പോയോ? കണ്ണാപ്പി അടിപൊട്ടിയെന്നോ? അവൻ എവിടെ നിൽക്കുന്നേ? എവിടെയാ നിക്കുന്നേ? വണ്ടി ഓടിക്കുന്നവന് ഉടായിപ്പാ. എന്തേ അവനെന്തേ കണ്ണാപ്പിന്റെ? അവനോട് ആദ്യം റേഡിയോ കയറാൻ പറഞ്ഞു പൊണ്ണച്ചിയോട്. ഹലോ സുഖം സുഖം. ഞാൻ വണ്ടി എടുക്കട്ടെ. ഇവിടെ അല്ല ഇടിച്ചു തെറിപ്പിക്കും. സൈലോട്ട് ഭയങ്കര സ്പീഡിൽ വരുന്ന എല്ലാരും. ഇവിടെ മാറില്ല. ഇവിടെ അയ്യോ തായ്പും കൂടെ വരണമായിരുന്നല്ലേ? സുഖല്ലേ? ഇത് എന്റെ കസ്റ്റമർ വണ്ടി. വലിയ ആളായി പോയല്ലോ ഇപ്പൊ. നിങ്ങളല്ലേ വലിയ ആളായി പോയത്. വേറെ ഇവിടെ കുറച്ചാൾ സിറ്റിയിലൊന്നും ഇല്ലായിരുന്നല്ലോ. എവിടെയായിരുന്നു? സിറ്റിയിലായിരുന്നു, പുറത്തായിരുന്നു. തിരിച്ചെത്തിയപ്പോഴല്ലേ? കുറച്ചു ദിവസം ഇവിടെ കാണും. ഓ പിന്നല്ല, കാണാം നമുക്ക് കാണണം. പിന്നല്ലാതെ അകത്തോട്ട് കാർലോ അവിടെ കെവിയുടെ പിള്ളേരുടെ നിൽക്കുന്നു. ആണോ? ഇനോഗ്രേഷൻ അത് ഈ ഷെയ്ക്ക് ഞാൻ 9:45 റെഡി ആയിരിക്കണേ. ആണോ? ഷെയ്ക്കിന്റെ പ്രശ്നം നട്ടോ. ഇതെല്ലാം ഷെയ്ക്കിന്റെ ഒരു കോർഡിനേഷൻ ഇല്ല. സത്യം ഷെയ്ക്കിന്റെ അടുത്ത് ഡേറ്റ് പറഞ്ഞ ഞാൻ വന്നത് പോലും. ആണോ? അതെ ഷെയ്ക്കാ ഉത്തരവാദിത്തം ഇല്ലാത്ത പണ്ടത്തെ സിറ്റുവേഷനൊക്കെ ഓർമ്മ വരണം എനിക്ക്. ഹേവിയായിട്ട് ഇപ്പൊ ഒരു സിറ്റുവേഷൻ ഇതായി കഴിഞ്ഞുള്ളൂ. അവിടെ കാണാൻ പോയി എന്തെങ്കിലും സംസാരിച്ച് അടിച്ച് പല്ല് പൊഴിക്കുവോ? ഞാൻ അവിടെ ചെറഞ്ഞൊരു നോട്ടം ഞാൻ ചോദിച്ചു കേട്ടോ.
അണ്ണാ ആരോ ചൂടായെന്നറിയാം. ആണോ? ആ വെച്ചാലും ഞങ്ങൾ നോക്കിക്കത്തേ ഉള്ളൂ, ഞങ്ങൾ ഇടപെടത്ത് പോലും ഇല്ല. എങ്ങോട്ടാ വരണ്ടേ? നമുക്ക് കാർലോ വരുന്നുണ്ട്. കാർലോ അവിടെ ഈ ഡ്രസ് ഷോപ്പിലുണ്ട് കാരണം കാർലോം കൂടി വന്നാൽ നമുക്ക് ഒരുമിച്ച് അങ്ങനെ നേരെ ബുർജിൽ പോവാം. ആദ്യം ബുർജിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാൻഷനിൽ പോവാം. അവിടെയാണ് പരിപാടി. പെട്ടെന്ന് ഇനാഗ്രേഷൻ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഹലോ, ഈ സൈഡിൽ ഒതുങ്ങി എന്നാലും വണ്ടി കൊണ്ടുവന്ന് ഇടിക്കൂ. എന്താണ് ഇത്? ആരാ കേക്കാവോ? എടാ വണ്ടി എടുത്തോണ്ട് പോണ, എന്റെ വണ്ടി. ആരാ? നീ സ്റ്റീവാണ് എടുത്ത? അതെ സ്റ്റീവാ. ഇതാരാ? അവന്റെ വണ്ടി ഇവിടെ വന്നപ്പോഴേ നിന്നുപോയി. കത്തിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? നമ്മളായിരുന്നു പൊട്ടന്മാര്. ഷെമീറോ? ഷെമീറാണോ അത്? ഇല്ല, ലോഡായിട്ടുണ്ടാവില്ലടാ, ലോഡായിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ നമ്മള് സംസാരിക്കാവോ? ബ്രോ ബോറാണെന്നോ? എന്ത് ബോറാണ്? പരിപാടി ഇതിപ്പോ എങ്ങനെയാ തുടങ്ങണേ? കറക്കണ്ണുണ്ടോന്നോ? എടാ കുന്നേ, ഞങ്ങള് തമ്മിൽ പല പ്രശ്നവും കാണും കേട്ടാ. അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും എന്ന് കരുതിയേ ഇവിടെ വന്ന് അമ്മമാരെ താത്തി പറയുന്ന രീതിയിൽ എന്റെ ചാറ്റിലെങ്ങാനും വന്ന് പറഞ്ഞ പൊലയടി അടിച്ചതിന്റെ വായം തിരികെ ഏതവനാണേലും അത് കണ്ടുള്ള സന്തോഷമൊന്നും എന്തായാലും ഇവിടെ ഇല്ല. എടാ ഈ ഇങ്ങനെയൊക്കെ പറയുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ എടുത്ത് ഹൈഡ് കൊണ്ടുവിടാ. ഇവിടൊന്നും കാണാൻ അണ്ണനെ പുറത്ത് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അണ്ണൻ നമ്മളടുത്ത് പറയാ ചന്ദ്ര പുറത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അണ്ണനെ തൊട്ടടുത്ത് അപ്പുറത്ത് സംസാരിച്ചോ? നമ്മൾ ശല്യം പിടിച്ചില്ല. അണ്ണൻ എന്തിനാണ് ഈ 2 കിലോമീറ്റർ അകലെ പോണത്? ഞാൻ പോയില്ല. ഞാൻ ജസ്റ്റ് അണ്ണ ഇതൊക്കെ അണ്ണ എന്റെ ഒരു 5-6 POV എടുത്ത് വെച്ചിട്ടുണ്ട്. അണ്ണ പുറത്ത് സംസാരിക്കുന്ന നേരത്തെ ഒന്നല്ലെങ്കിൽ ഈ മല വഴി കയറി ആ മൊട്ടക്കുന്ന് പോവും, അല്ലെങ്കിൽ അണ്ണ ഇന്ന് സംസാരിക്കുന്ന അണ്ണ എന്തിനാണ് വെള്ളത്തിൽ പോയ മുതുക്കില്? അല്ല, അത് ഇൻവെന്ററി ക്ലിയർ ചെയ്യാൻ പോയതാടാ. അല്ല അണ്ണ ഇത് അറിയുന്നില്ല. അണ്ണ ഇത് ശരിക്കും അറിയുന്നില്ല. ഇത് ജസ്റ്റ് ചാറ്റ് ചെയ്ത് ചോദിച്ചു നോക്കന്ന് ഒന്ന്. ഇപ്പൊ പറയുമല്ലോ അവര്. സത്യമാണ്. എടാ ഞാൻ അത് എന്താന്നറിയോ, ഞാൻ എന്താ നിങ്ങളോട് ഇപ്പൊ പറയണ സമയത്ത് വേറെ എന്തേലും വന്ന് ഡൈവേർട്ട് ആവണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ പറയണത്. മനസ്സിലായ? ഡൈവേർട്ട് ആവണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ മാറി സംസാരിക്കുന്നത്. എടാ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിച്ച ഇവര് പറയുന്ന കോൺവെർസേഷൻ എല്ലാം നിങ്ങൾക്ക് കേൾക്കൂലേ? എടാ എന്നുവെച്ചാ നിങ്ങൾ പറയുന്ന കോൺവെർസേഷൻ അവർക്ക് കേട്ടിട്ട് ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവാതെ പോവെന്നുള്ള പേടി കൊണ്ടാ ഞാൻ മാറിയിരിക്കണേ. പലോട്ടര ഓടണ അത് കുറച്ച് ഡിസ്റ്റൻസിൽ മാറിയിരിക്കണതാടാ. എല്ലാരും ഉണ്ടല്ലോ അണ്ണാ. സായി പോപ്പിക്കും കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊണ്ടുവരണ്ടായിരുന്നില്ലേ? നേരെ അണ്ണാ നിങ്ങള് മെയിൻ ഗസ്റ്റ് ഒക്കെ അങ്ങോട്ട് പോയി സംസാരിക്കും. നിങ്ങൾ ഒരുമിച്ച് സംസാരിക്കേ. ഷെയ്ക്കിന്റെ പരിപാടി പോസ്റ്ററിലില്ലെങ്കിലും നിനക്കും വരാൻ കേട്ടോ ചന്ദ്ര. എങ്ങോട്ടാ വരണ്ടേ? എടാ ശിവ വണ്ടി ഉണ്ടോ? ആ ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും? ഒരു വെള്ള വണ്ടി അവിടെ കിടക്കുന്ന കണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഇത് മേടിച്ചോ? അതൊക്കെ വാങ്ങി. ഇതേതുണ്ട്? ചന്ദ്ര ഈ വണ്ടിയില്ലേ ഇത്? എന്തോ
പോവല്ലേ ഞങ്ങളോട് വരും ഹാൻഡിൽ ചെയ്യണം എടാ ഈ വണ്ടിയില്ലടാ ചന്ദ്ര, ഇത് വെളിയിലെ ഒരു പാക്കിനകത്ത് കിടന്ന എക്സ്ക്ലൂസീവ് സാധനമാ എന്റെ അമ്മോ. അപ്പൊ ഈ വണ്ടിക്ക് എത്ര രൂപയായിരുന്നു നമ്മൾ നോക്കിയപ്പോ? എത്ര എനിക്ക് ഓർമ്മയില്ല. ആ പാക്കിന് എത്ര രൂപയായിരുന്നു? 80,000. അത് മൊത്തത്തില് അത്ര എന്തോ വരും. എന്റെ അമ്മോ. ഓടിച്ചോട്ടെ. എടാ നീ ഹാൻഡിലിംഗ് ഒന്നും സെറ്റ് ആക്കിയില്ല. അത് ഈ കളർ ആയോണ്ടാ. അപ്പൊ ഇത് ബ്ലാക്ക് അടിക്കണം, ഇത് ഗ്ലോസി ബ്ലാക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടിയെ തൽക്കാലം ഇതിവിടെ കിടക്കട്ടെ, ഞാൻ ലോക്ക് ചെയ്തിടാം. നമുക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോയിച്ചും വരാം, എന്നിട്ട് ഇത് മറ്റേ മൊത്തത്തിൽ സെറ്റ് ആക്കിട്ടെ നാളെ ഹാൻഡ്ലിംഗ് സെറ്റ് ആക്കി തരാം. എന്ത് ഡീറ്റെയിലിംഗ് എന്റെ പൊന്നു അകത്തൊക്കെ നോക്കി. എടാ ഇത് വിഷയ വണ്ടിയാടാ. ഇത് കിട്ടില്ല സാധനമാണ്. ഇത് ഒടുക്കത്തെ ഡീറ്റെയിലിംഗ്. ഇതിന്റെ നിങ്ങൾ വെളിയിൽ നോക്കിയേ, ഇന്റീരിയർ നോക്കിയേ കണ്ടോ? എടാ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയടാ, ഞാൻ ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുക്കട്ടാ. എടാ ജസ്റ്റ് ഒന്ന് മാറിയടാ. ഞാൻ പറഞ്ഞോ. ഇതിന്റെ ഇന്റീരിയർ നോക്കിയോണേ. ഇതുണ്ടോ? അത്രയ്ക്ക് അധികം കാണാൻ പറ്റത്തില്ല. വെളിയിൽ നിന്നാലേ അത്രേ കാണുള്ളൂ. പഴയ OG BMW ആ സാധനമാണ് കണ്ടോ? സീറ്റ് ഉണ്ടോ? ബക്കറ്റ് സീറ്റൊക്കെ എടാ കണ്ണ പ്രശ്നമെല്ലാം സോൾവ് ആക്കിയിട്ടുണ്ട് കേട്ടല്ലോ. ഇനിയിപ്പോ പ്രശ്നം ഉണ്ടാക്കല്. ഞാൻ സംസാരിച്ചു. എടാ നമുക്ക് പോവാം. അപ്പൊ ബുർജിലോട്ട് ആദ്യം പോണോന്ന് പറഞ്ഞേ. എങ്ങോട്ടാ പോണ്ടേ? ബുർജ് പോവാൻ നമുക്ക് അങ്ങോട്ട് വാട. ഈ വണ്ടി ഫോളോ ചെയ്ത് വാ. പോയാലല്ലേ ഉദ്ഘാടിക്കാൻ പറ്റത്തില്ല. അതാ പറഞ്ഞ എങ്ങോട്ടാ പോണ്ട നമുക്ക്? മറ്റേ ബുർജ് ഖലീഫ ബുർജല്ലേ, ഒന്ന് മാർക്ക് ചെയ്യോ? ചെയ്തിട്ടുണ്ട്. എടാ നിന്റെ മാർക്ക് മാറ്ററാ ചന്ദ്ര. റെഡ് കിടക്കുന്നു. മാറ്റാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ നിന്നാലേ കാണാൻ ബുർജ് ഖലീഫ. നോക്കി പോയാ പോരെ. ജോഗ്രഫിക്കലി വെച്ച് പോയാൽ മതി. പക്ഷെ താഴെ കൂടെ പോലെ മേളിക്കൂടെ പോണം. മേളിക്കൂടാ ഇതുവഴി കയറണോ? ഇത് നേരെ പയ്യ വാ. പയ്യ വാടാ. കണ്ണാപ്പി ചെവി പയ്യ വാ. നമ്മളൊന്നും പറയണ്ട, നമ്മളടുത്ത് വന്നിട്ട് നമ്മളാന്ന് പറയണ നീ പറയണത് ഞാൻ എനിക്കിവിടെ ചെവിക്കാതെ കേൾക്കാം. അയ്യോ വേറെ കാര്യം പറഞ്ഞു നീ കള്ളൻ. നിന്നെ വിശ്വാസം ഇല്ല, നീ കള്ളനാ ജന്മനാ. അയ്യോ ഇവിടെ കത്തുന്നട നല്ല. എടാ കണ്ണാപ്പി നിനക്ക് അവൻ ഈഗോ ഇല്ല, വണ്ടിക്ക് ഈഗോ ഉണ്ടെന്ന്. ബുർജാൽ ഷേക്കാ നമ്മളോട് വേഗത്തെ അഡ്മിനിലേക്ക് മെസ്സേജ് വന്നു. എന്റെ തമാശയിലാണ് അതൊക്കെ. കാണാവോ? വണ്ടി ഇവിടെ നിർത്താം. നമ്മുടെ 70 പിള്ളേരുടെ അവസ്ഥ കാണിച്ചു. ഇപ്പുറത്തെ സൈഡിലാണ് പരിപാടി, ലെഫ്റ്റ് സൈഡിലാണ് പരിപാടി. ഇത് അവര് സർപ്രൈസ് ആയിട്ട് കാണിക്കാൻ വെച്ച അണ്ണ ഇപ്പുറത്തോട്ട് വന്നേ. അയ്യോ സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞു. ഇത് നമ്മൾ ആദ്യമേ കയറിയും കണ്ടു കേട്ടാ. ഞാൻ വണ്ടി ലോക്ക് ചെയ്തില്ല. ഇവിടെ ഒരുമിച്ച് വാ. ഹെൽമെറ്റ് ഒരുക്കോ കോച്ച്? ഹെൽമെറ്റ് ഇടണ്ട. ഹെൽമെറ്റ്
നമ്മളെ അറിയാത്തവരുണ്ടോ എല്ലാവർക്കും വെൽക്കം. എല്ലാവർക്കും അപ്പൊ FPS ഒക്കെ 61 ആയി കേട്ടോ. എന്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ളവർ എന്തായിരിക്കും? നമ്മളവിടെ നിന്ന് കാണാൻ വന്നതാ മൊത്തത്തില്. എന്ത് ബാക്കിയുള്ളവരൊക്കെ എത്തിയോ? ഇവിടേക്കാ എന്ത് ഷെയ്ക്ക് എന്ത് അണ്ണനാന്ന് തോന്നുന്നു 100 പൂച്ചെണ്ടുകൾ. പരിപാടി കഴിഞ്ഞ പുള്ളി പോയി. ഇല്ലല്ലോ പുറകെ നിൽക്കുന്നു. പിന്നെ അത് ചാർജ് ചെയ്യാ പുറകിലിരിക്കുന്നത്. ഷെയ്ക്ക് അല്ലെന്ന് മനസ്സിലാവില്ല. അല്ല കണ്ടാ മനസ്സിലാവില്ല നിനക്കൊന്നും. ഷെയ്ക്ക് അല്ലെന്ന് എന്റെ തൊലി വിരിഞ്ഞ് ഷേക്കിന്റെ പോലെ ഒരാളാ പുള്ളിക്ക് താടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഷേക്കല്ലെന്ന്. അയ്യോ ശബ്ദം വരുന്നില്ല. കണ്ണാപ്പിനെ മനസ്സിലാവില്ല കേട്ടോ. റിയൽ ലൈഫിലെ മുടി പോലെ ഉണ്ടല്ലേ കണ്ണാടി മുടിയൊക്കെ. അവര് വന്നില്ലെന്നാ തോന്നണ. സിറ്റി മൊത്തം ഇവിടെ ഉണ്ട്. ചന്ദ്ര താടി മീശ ഞാനിപ്പോ എന്തോ താടി ആർക്കില്ല എല്ലാവർക്കും ഉണ്ടല്ലോ ഉണ്ടോ? ഇപ്പൊ ശരിയാ. താടി മീശയെ പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് വേറൊരാള് നടത്തുന്ന പരിപാടിയായിട്ട് നിങ്ങൾ മറ്റേ ഡിസിപ്ലിൻ ആൻഡ് ഡെക്കോർ ഒന്നും പ്രതീക്ഷിക്കരുത്. പബ്ലിക് ഇൻവിറ്റേഷനോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതനുസരിച്ച് നിങ്ങൾ കാണണം. കുറ്റി അടിച്ചോലക്കാൻ മാറി കൊടുക്കാൻ ഞാനോ പിന്നെ നീങ്ങളുണ്ട് കാറിലെത്തിയോ? മിയ ഖലീഫ ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റേജിന്റെ ബാക്കില് നമുക്ക് വേദിയിലേക്ക് ഇരുന്നാലോ? അയ്യോ ആരും വന്നില്ലേ? എല്ലാരും ഫേസ് ഒക്കെ നമ്മളെ പരിപാടി അത് കൊള്ളാം. So please sit towards your right. Left side. വിഷയം സെറ്റ് അടിയിട്ടുണ്ടല്ലോ പരിപാടി. Yeah, yeah. Please sit here. നീ ബാക്ക് പോ, ബാക്ക് പോ. ഞാൻ സൈഡിലോട്ടിരിക്കണേ. നീ കണ്ണും വെച്ച് എന്ത് മുമ്പാനാ നിക്കണേ? നീങ്ങനോടെ പണിക്ക് കയറിയട്ടോ സെക്യൂരിറ്റി ആയിട്ട്. കണ്ണാപ്പി പുറകെ പോയില്ലടാ, അവിടെ ആളുണ്ട് വേറെ. ബാക്കി നോക്കിയോടാ ഇതാ കാറിൽ വിചാരിച്ചാ അവന് ലോഡാവുന്നില്ലടാ. അതാ എന്തൊക്കെ കാറില് ഒരു പൊടിക്കീരി. ഹലോ വണ്ടിയ വെളിയില നമ്മളിടയ്ക്ക് പൊങ്ങി വന്നേ. അയ്യോ ഞാൻ ആ വണ്ടിയിലല്ല വന്ന, വേറെ വണ്ടിയിലാണ് വന്നേ. നമ്മളെ ഡീലാണ്. നമ്മളെ കുറച്ചൊരു കഴിഞ്ഞ് കണ്ടേ നമ്മളിപ്പൊ കണ്ടേ കുറച്ച് ആയിരുന്നല്ലേ അത്.
1 വർഷം മിനിമം. പക്ഷെ അത് എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ആക്കണമെന്നാണ് ജോണിമാമൻ പറഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്നല്ലോ ജോണിമാമൻ. ചന്ദ്ര ഫ്രണ്ട് വാടാ ചന്ദ്ര അത് നമുക്ക് ഓക്കെ ഫ്രണ്ട് വാ ഫ്രണ്ട് വാ പമ്പാണ്. നല്ല രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ചിരിക്കാം. ചന്ദ്ര ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ചന്ദ്ര ഇങ്ങോട്ട് ഞാൻ ഇവിടെ നീങ്ങിയിരിക്കാം. ഞാൻ ഈ സൈഡിലോട്ട് ഇരിക്കാം. ഞാൻ ഇവിടെ ഇരിക്കാം. നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ ഒരു 4000 കൂടി ഒപ്പിക്കണതല്ലോ. അതിന്റെ സ്വന്തം ബാഗിൽ ലോൺ എടുത്തെങ്കിലും പമ്പ് വാങ്ങാം. സ്വന്തം ബാങ്കിൽ ലോൺ എടുത്ത് പമ്പ് വാങ്ങാം. സീന് മാത്രമാണ് ഇതൊരു സീനുള്ളൂ. അത് എങ്ങനെ ചോക്ലേറ്റ് കൊടുക്കുക. സമയമുണ്ട് ചില്ലാതെ. ഇത്ര പേരുടെ നാണക്കേട്. ഞാൻ ഒരു കോഴിയാണെന്ന് ആൾക്കാർ മനസ്സിലാവൂലേ? ഞാൻ ആ ഇമേജ് അങ്ങനെ കീപ്പ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. എന്റെ ഇമേജ് കളയാൻ പറ്റുമോ? ചില്ലായേ ഹലോ. അതെ അണ്ണാ, ഇത് ഇത്ര നമുക്കുള്ള സ്ഥലമാണ്, ടിവിയുടെ സ്ഥലമാണ് ഇത്രയും. എടാ ലെവി, സിറ്റിയിൽ ആർക്കും അറിയാത്തതെന്നോ? ലെവിയേ ഇത് നമ്മുടെ സ്ഥലം തന്നെയാണോ ഇത്രയും? അവസാനം എണീപ്പിച്ചിട്ടുണ്ടല്ലോ അടിച്ചു. ചന്ദ്ര അപ്പാപ്പനടെ മിണ്ടാത്തെ ഞാൻ പുറകില്. ഹലോ ആരോടാ സംസാരിക്കുന്നത്? ഒരു ധൈര്യം വേണം വാസവന്, ധൈര്യം. എന്തിന്? സ്റ്റേജിലൊക്കെ കേറാൻ സ്റ്റേജ് ആൾക്കാർ കാണത്തില്ലേ? എന്താ ഉള്ള കയ്യില്? കിട്ടിയോ? അയ്യോ അപ്പാപ്പ ഞാൻ ഇതിനൊക്കെ എതിരാ. എന്നാ ഇത് കഴിച്ചോ. അയ്യോ അപ്പാപ്പ ഇവിടെ ഭയങ്കര സമ്പർക്കം കേട്ടോ. ഇനിയും പരിപാടി തുടങ്ങിയില്ലേ പ്രശ്നമാവോ? പ്രശ്നമാവും. വാസവൻ അപ്പാപ്പനൊരു ബിരിയാണിയാന്ന് കിട്ടിയായിരുന്നോ? ആ കിട്ടി 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 അപ്പാപ്പ. അതൊന്ന് കഴിച്ചേ. ബിരിയാണി അണ്ണ ഇവിടുന്ന് ഞെട്ടിക്കൽ ബിരിയാണിയാ? അണ്ണാക്ക് പൊട്ടി തിരക്കി. എന്തിനാ പാപ്പ? ജെട്ടിയോ ജെട്ടിയോ കിട്ടുവോ? എല്ലാം ഒക്കെ ജെട്ടിക്കൽ ബിരിയാണി സൂപ്പർ, ഇഷ്ടപ്പെട്ടു. ജെട്ടി ഇപ്പോഴാണ് സീറ്റൊക്കെ വന്നത്. എല്ലാം കാർലോരെ കിട്ടിയോ? കാർലോരെ ജെട്ടിക്കൽ ബിരിയാണി കിട്ടിയായിരുന്നു? ഇല്ല ഇല്ല, ഞാൻ തരാം. അടുത്തിട്ടോ ചന്ദ്രൻ ഏതോ വഴിക്ക് പോയിട്ടാ. കാർലോര് എന്തുവാ കാർലോര് അങ്ങനെ? അവര് റേഡിയോയിൽ എന്താ പറയുന്നുണ്ട്? ഇത് പറഞ്ഞ റേഡിയോ ഏതാ? റേഡിയോ ഏതാ? ജെട്ടിക്കൽ ബിരിയാണി കഴിച്ചു നോക്കി ബ്രോ. റേഡിയോ ഏതാ? ഹലോ കോട്ടിട്ട് ബ്രോ. സൗണ്ട് ഇച്ചിരി കുറഞ്ഞിട്ട് എത്ര റേഡിയോ? എത്ര? 48 പേര്. ഞാൻ എക്സ്പെക്ട് ചെയ്തു. 41.41 ആണ്. 41 സെക്കൻഡ് ഇങ്ങോട്ട് ചന്ദ്രൻ അടിച്ചു. അതല്ല അതല്ല, ഇവിടെ വന്നിരി. പേര് മാറ്റണോ? തിരിഞ്ഞ് എനിക്ക് ആരും ഇപ്പൊ മാറി പറഞ്ഞ ചന്ദ്രനെ കൊടുത്തില്ലല്ലോ. ചന്ദ്രൻ ആകെ ഞെട്ടിട്ടായിരിക്കും. രണ്ട് റേഡിയോ അറ്റ് ടൈം കണക്ട് ചെയ്യണം. അങ്ങനെയുണ്ടോ? സാഗുര് തന്നെയാണെങ്കിൽ വേണ്ട. കളിക്കല്ലേ, തിരിഞ്ഞിരിക്കുക. കെട്ടുവിട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും സൗണ്ട് ഉണ്ടോ? ഈ റേഡിയോ എന്റെ ചെവി പോയാണോ? കഴിച്ചു അതില്ല ജെട്ടത്തേ ഉള്ളു. ഓ ഹലോ പല നിറത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ചന്ദ്ര നിങ്ങളെ ഇവന്റുകാര് ചന്ദ്ര ഹലോ, ഞാൻ പറഞ്ഞത് കേൾക്കാവോ? ഹലോ നീ ആരോടാ സംസാരിക്കുന്നേ? എന്റെ ഫ്രണ്ടിൽ ആരും ഇല്ല. ലോഡാണ് കുറച്ച് സമയം. ആ പറ സൗകര്യം.
സാധനം തരട്ടെ ആ? അത് ഫിർ സാബ് കുരു കാണിക്കുന്ന വാസുവിന്റെ മുട്ടിക്കറി നിന്നിട്ട് സാധനം തരാന്നാ What's it, sir? Yeah, tell me. Kitto, chocolate Kitto. കിട്ടും വാ എന്നോട് വന്നോ. ഒരു മിനിറ്റ് സാബുരത്താ ചോക്ലേറ്റ് കൊടുക്കണം കിട്ടോ 282 അത് കുറച്ചടുത്തേക്ക് വരുമോ നേരെ വരുമോ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇത് ഓൾറെഡി കിട്ടിയാണ് ഇത് ഓൾറെഡി അതില് കയറിനാ റേഡിയോയില് കയറിനാ ആ കേറി 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 ഡ്രഗ്സ് ഒന്നും കൊടുക്കാറില്ല. ബ്ലൂ ബ്ലൂ ഒന്ന് 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 Ah. Sorry. 1 second. I bought you chocolates too. Kitto. വെയിറ്റ് ചെയ്യ് അങ്ങോട്ട് നിക്ക് Thank you. വെയിറ്റ് Thank you. I will give you something, okay? Yeah, sure. Ivera, pick it up, okay? അഗ്ഗാണ് Fast, 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 fast. yes. No. ദാ Kitto. എന്ത് Pick up, Jay. 5 seconds rule. പിക്കപ്പ് It's on the floor. Pick it up. ഓ ഓക്കേ ഓക്കേ Fast, fast. Arthur, okay? Secret. ഇല്ല ആരോടും പറയാം Come, we'll go to the event. ബ്ലൂ എനിക്ക് തന്നില്ലല്ലോ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാ Chocolate. ചോക്ലേറ്റോ ഒരു ഹഗ്ഗെങ്കിലും തരുമോ അയ്യോ ഒലിപ്പിച്ചോണ്ട് പരിപാടിക്ക് കയറാം എവിടെ വന്നാലും ഇത് തന്നെ ഇവിടെ മാത്രമേ പരിപാടി ഉള്ളൂ വാസോണല്ലേ ഹലോ അതെ എന്തൊക്കെയുണ്ട് വാസണ്ണ നല്ല വിശേഷം എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ ഹലോ സുഹൃത്തെ ഇവിടെ ഒരു പരിപാടി നടക്കുമല്ലേ ഞാൻ റേഡിയോയിൽ ഒന്ന് സംസാരിച്ചോട്ടെ പരിപാടി മനസ്സിലാവണല്ലോ ഇവിടെ ഹലോ 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 സ്റ്റേജിലോട്ട് വിളിക്കുന്നുണ്ടോ? ഓ സ്റ്റേജിലോ സ്റ്റേജിലോട്ട് വിളിക്കുന്നുണ്ട്. ഐപാഡോ കേസിന് കാണാം അതെ പോവാ അല്ലെങ്കിൽ ഒരു മൂലക്ക് നിന്നാ മതി. ഈ സൈഡിലേക്ക് നിന്നാ സ്റ്റേജ് കയറലടാ സ്റ്റേജ് കയറല ഇപ്പൊ. എല്ലാവരും റേഡിയോക്ക് ഇത്ര ശബ്ദമുള്ളൂ ഗൈസ് എടാ ഉസ്മാനെ കൊണ്ടുപോയിട്ടോ. അയ്യോ എന്നെ വിളിച്ചില്ലായിരുന്നു ഞാൻ വലിഞ്ഞു കയറി വന്നു കേട്ടോ എന്നെ വളരെ വിളിച്ചായിരുന്നോ എന്നെ വിളിച്ചായിരുന്നല്ലേ ഞാൻ വെറുതെ വിളിച്ചില്ലൊന്നും ഹായ് എങ്ങനെ ഇങ്ങനെ ടാറ്റ എങ്ങനെ ആക്കുക മറ്റേ സാധനം ഷേക്ക് റേഡിയോ ഷേക്ക് 41.41 അത് ഓക്കെ F4 നോക്കിട്ട് വാസന ഏതാ വാസന ഏതാ എനിക്ക് അറിയില്ല പറ്റി. എന്താ ഈ ഹൈഫൈ കൊടുക്കുന്ന ഒരു സാധനല്ലേ എന്താന്ന് അത് എപ്പോഴും നോക്കിയിട്ട് എനിക്കും അറിയില്ല എന്നാ എന്തെങ്കിലും ഒരു ഇമോട്ട് കൊടുക്കാം അല്ല എന്താ ഓക്കെ അയ്യോ ചെറുതരായ നാട്ടുകാര് ഹലോ കേക്കുന്നുണ്ടോ അപ്പൊ നമ്മുടെ ഷെയ്ക്ക് ഇവിടെ ഒരു ബുർജ് ഖലീഫ തുടങ്ങുന്നതാണ്.
അപ്പൊ അതിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഇതിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ഞാനും വാസുണ്ണനും കാർലോയും കൂടി ചെയ്യാൻ പോയത്. അപ്പൊ എന്റെ ഭാഗത്തു നിന്നുള്ള വിളിക്കുമ്പോ എനിക്ക് എന്തോ രണ്ടു വാക്ക് വാസുണ്ണൻ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാൾക്ക് ശേഷം തൊപ്പിക്കാരനെയും അതേപോലെ തന്നെ കാർലോയെ കാണാറുണ്ട്. തൊപ്പിക്കാരനെയൊക്കെ ഒരുപാട് നാൾക്ക് ശേഷം നമുക്ക് കാണാൻ പറ്റി. ഇങ്ങനൊരു അവസരത്തിൽ ഞങ്ങളെ 3 പേരെ ഇൻവൈറ്റ് ചെയ്തതിന് ഷെയ്ഖിന് ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു. പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി കാർലോ സംസാരിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഒരു ഗസ്റ്റ് ഇൻവൈറ്റ് ചെയ്ത ഷെയ്ഖിന് എൻ്റെ ഒരു താങ്ക് യു. ഈ സിറ്റിയിലെ ഇപ്പോൾ ഇത് ഫസ്റ്റത്തെ ഒരു സംരംഭമല്ല ഷെയ്ഖിൻ്റെ. ഇതിന് മുന്നേ ഒരു ബാങ്കിന്റെ പരിപാടികളും അതിന് മുന്നേ ഒരുപാട് സംഭവങ്ങൾ ഈ സിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ സിറ്റിയിലെ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ. എല്ലാവരുടെയും POV സൗണ്ട് കുറവാണോ? അപ്പൊ ഈ ഒരു സിറ്റിയിലെ പ്ലേയേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള സിറ്റിയിൽ കളിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ടീം കൊണ്ടുവരുന്നുണ്ട്. അതിലെ ഒരെണ്ണം മാത്രമാണ് ഈ ഒരു ഇപ്പോ ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇവരുടെ ഭാഗത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ എന്റെ വാക്കുകൾ എന്തിനാ 2 വാക്ക് പറയുന്നത്? ഇന്നെന്തിനാണ് ഈ വിളിച്ചത്? രണ്ടു വാക്ക് സംസാരിച്ച് കേൾക്കാം. നിന്റെ ബിൽഡിംഗ് അല്ല. ഞാൻ എന്താ പറയാ, അല്ലല്ല ജമീർ കൂടി പറയട്ടെ. രണ്ടു വാക്ക്. ഞാൻ സംസാരിക്കാലോ. ഒരു പാട്ടായാലോ? പാട്ട് വേണ്ട നീ സംസാരിക്കും. അപ്പൊ ഷെയ്ഖിന്റെ ഈ ബാങ്ക് ഉദ്ഘാടനം ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സംഭവം തട്ടുകട എന്താ പരിപാടി? എന്താ ഇത്? ബുർജ് ഖലീഫ. ഷെയ്ഖിന്റെ ബുർജ് ഖലീഫ ഉദ്ഘാടനം ചെയ്തതായി നമ്മൾ അടിയന്തര അവസ്ഥയിൽ സംസാരിച്ചു കൊള്ളുന്നു. അപ്പോ ഹാപ്പി ഇനോഗ്രേഷൻ. ഒരു പാട്ടും കൂടി. എന്നൊരു പാട്ട്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. അടിപൊളി. കൈയടിക്കണ്ട ഇമോട്ട് അറിയില്ല, അല്ല കൈയടിക്കായിരുന്നു. അപ്പൊ ആങ്കർ നമ്മുടെ ഫോർമൽ ഫംഗ്ഷൻ ഇവിടെ കഴിഞ്ഞായിട്ട് അറിയിക്കുന്നു. നമുക്ക് അടുത്തത് നമ്മളെ പരിപാടി ഫ്ലോപ്പ് ആയി തോന്നല്ലോ. ആരും പെർഫോമൻസ് ചെയ്യുന്നില്ല. പെർഫോം ചെയ്യാൻ അപ്പുറത്തെ ഐലാൻഡിലെ പെർഫോമൻസ് പാട്ടും വേറെ ഒരു ട്രിവിൻ എന്ന് പറഞ്ഞ ടീമിന്റെ നിന്റെ ഫാത്തിമ അല്ല, മനസ്സിലായോ? ഭയങ്കര ഡീലേ നടന്നു പോകാനുള്ള ദൂരമുള്ളോ? നടന്നു പോകാനുള്ള ദൂരമുള്ളോ? അല്ല നടന്ന. ഹലോ ഹലോ വാസുണ്ണ, എനിക്ക് പറയടാ. സുഖല്ലേ? സുഖമാണോടാ? പിന്നെ ഞാനിവിടുത്തെ സിറ്റിയിലെ ചെറിയൊരു അണിറോസ് അല്ലേ, എല്ലാത്തിനും പോവും. പിന്നെ കൊറേ പരിപാടി ഉണ്ട്. ഇനി ഇവിടുന്ന് എങ്ങോട്ടാ പോകണ്ടേ? ഇവന്റെ ഓരോ ഫ്ലോപ്പ് പരിപാടിയും. ഷെയ്ക്കോടി ഇതോടൊപ്പം നിക്കണ്. വാച്ചിങ് രാത്രി സമയത്ത് തോന്നുന്നു.
നീ നമ്മുടെ RP ഒന്നും കാണാത്തുണ്ടോ? റേഡിയോ സൈസ് കുറയ്ക്കാൻ നമുക്ക് മൈക്ക് ശേഷമുള്ള ഓപ്ഷനാണ്. മനസ്സിലായില്ല. നമുക്ക് ഇതില് പോവാ, വലിയ വണ്ടിയിൽ പോവാ, ലിമോസിനിൽ പോവാ. അതല്ല മറ്റേ എല്ലാരും ഒരുമിച്ച് പോവാ. കാറിലോ